ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. എലീശ എന്ന പ്രവാചകനെ നിർബന്ധിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ധനികയായ സ്ത്രീയുടെ ചരിത്രം 4-ാം അധ്യായം 8 മുതൽ താഴോട്ട് പോകുമ്പോൾ ഒത്തിരി അനുഗ്രഹം അത് നിമിത്തം അവൾ അനുഭവിക്കുന്നതും നമുക്ക് കാണുവാനിടയായിത്തീരും. എലീശ ആ സ്ത്രീയുടെ അടുക്കിലേക്ക് കയറി ചെല്ലുകയല്ല. അങ്ങനെ കയറി ചെന്ന വീടുകളുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് ഒരു വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവ് കയറി ചെല്ലുകയാണ്. അവൾ വിളിച്ചിട്ട് കയറിയതല്ല. ഏലിയാവ് സ്വയമേ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ ധനികയായ സ്ത്രീ എലീശയെ നിർബന്ധിച്ചു വീട്ടിലേക്ക് വിളിച്ചു എന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നിർബന്ധിച്ച് തൻ്റെ വീട്ടിലേക്ക് അവളെ ക്ഷണിച്ചത് നിമിത്തമായിട്ട് അവൾക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ പ്രധാനമായും അവൾക്കൊരു തലമുറയെ ലഭിച്ചു എന്നൊരു അനുഗ്രഹം അവൾക്ക് ലഭിച്ചു. പിന്നീട് നമ്മൾ കാണുന്ന ആ തലമുറ മരിച്ചു പോകുന്നു. എന്നാൽ അവൾ എലീശയുടെ അടുക്കൽ ചെല്ലുകയും എലീശ ആ തലമുറയെ ജീവനോടെ ആ സ്ത്രീക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ശേഷമായി ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമം മുൻകൂട്ടി എലീശ അവളെ അറിയിക്കുകയും അവൾ ദൂരദേശത്തേക്ക് പോവുകയും ശേഷമായി ക്ഷാമം കഴിഞ്ഞ് താൻ മടങ്ങി വരുമ്പോൾ സ്തോത്രം തൻ്റെ വസ്തുവകകൾ തൻ്റെ ഭവനമെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടുന്നതും കാണുവാനിടയായിട്ടു. അപ്പോൾ ഒരു പ്രവാചകനെ വീട്ടിലേക്ക് നിർബന്ധിച്ച് കയറ്റിയത് നിമിത്തം അവൾക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളുടെ ഒരു പട്ടികയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ വിവരിപ്പാനിടയായി തീർന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും ഇതേ അനുഭവങ്ങൾ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പള്ളി പ്രമാണി എന്ന് അത് മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു എൻ്റെ അടുക്കൽ വന്ന് പറയുന്നൊരു പദമുണ്ട്. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. ഒരു പള്ളിപ്രമാണി വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയെന്ന് പറഞ്ഞാൽ മരിച്ചുപോയി, അതുപോലെ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ആ യേശുവിനെ വിളിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുവാണ്ടയായിത്തീരുന്നു. സ്തോത്രം. അവിടെ യേശു ആ വീട്ടിൽ ചെല്ലുമ്പോൾ സ്തോത്രം ആ ബാല മരിച്ചു എന്ന് പറയുന്നു. കുഴലൂന്നവരുണ്ട്, ആരവാരവിടുന്നവരുണ്ട്. പക്ഷേ അവിടെ അവരെ എല്ലാം പുറത്താക്കി യേശു ആ കുഞ്ഞിനെ ജീവിപ്പിച്ച് സ്തോത്രം ആ ബാലയെ ആ പള്ളിപ്രമാണിക്ക് മടക്കി കൊടുക്കുന്നതായിട്ട് കാണുവാനിടയായിരുന്നു. അപ്പോൾ നോക്കണം, യേശുവിനെ വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയി എന്നതാണ് കാണുവാനിടയായിത്തീർന്നത്. ഈ ധനികയായ സ്ത്രീ ഈ എലീശയെ നിർബന്ധിച്ച് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ സ്തോത്രം പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുന്നൊരു വാക്കുണ്ട്. ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാകുന്നു, അതുകൊണ്ട് യോർദാനോളം ചെന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്കേണ്ടൊരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. സ്തോത്രം. അവരിൽ ഒരുത്തൻ ദയവ് ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. എലീശയുടെ ശിഷ്യന്മാർക്ക് പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതാണ്, അതിലൊരു വിശാലത വേണം, അതിന് മരം വെട്ടിക്കൊണ്ട് കാട്ടിൽ നിന്ന് വരണം. അതിനുവേണ്ടി അവർ പോകാൻ തുടങ്ങുമ്പോൾ അതിൽ ഒരാൾ ചെന്ന് എലീശയോട് പറയുകയാണ്, ഞങ്ങളുടെ കൂടെ പോരണം. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയട്ടെ, എന്തിനാണ് എലീശ അവരുടെ കൂടെ പോകേണ്ട ആവശ്യകതയില്ല. കാരണം എലീശയ്ക്ക് മരം വെട്ടാൻ അറിയാമോ എന്നറിയില്ല. പക്ഷേ എങ്കിൽ എലീശയെ കൊണ്ട് അവർ മരം വെട്ടിക്കില്ല. അപ്പോൾ കൂടെ ഒരാൾ എക്സ്ട്രാ പോകേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും ഇല്ല, പ്രവാചകൻ വീട്ടിലിരിക്കട്ടെ എന്ന് പറയേണ്ട ഒരു സമയത്ത് ഒരു പ്രവാചക ശിഷ്യന്മാർ ഒരാൾ പറയുകയാണ്,
മരം ഞങ്ങൾ വെട്ടിക്കോളാം, ഞങ്ങൾ ചുമന്നുകൊള്ളാം, പക്ഷേ ഞങ്ങളുടെ കൂടെ ഹല്ലേലൂയ എലീശ അവിടെ വരെ വരണം. എവിടേക്കാ? ആ മരം വെട്ടുന്ന സ്ഥലത്തേക്ക് വരണം. അത് എലീശയോട് പറയുമ്പോൾ നോക്കണം, എലീശ കൂടെ ചെല്ലാമെന്നും പറയുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവവികാസങ്ങൾ താഴോട്ട് കാണുവാൻ കഴിയുന്നു. മരം വെട്ടുവാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് ഒരു മനുഷ്യൻ്റെ കോടാലി ഊരി വെള്ളത്തിൽ പോകുന്നു. എലീശയോട് ചെന്ന് താൻ പറയുന്നു, ഇത് വായ്പ വാങ്ങിച്ചതാ, സ്വന്തമല്ല. അത് എലീശയോട് അവൻ ചെന്ന് കാര്യം പറയുമ്പോൾ എലീശ ആ കോടാലി ഹല്ലേലൂയ സ്തോത്രം അവൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുന്നു. നോക്കണം, എലീശ കൂടെ പോന്നു എന്നുള്ളതാണ് അവിടെ നടന്ന അത്രയും പ്രശ്നങ്ങൾക്ക് ഹല്ലേലൂയ വിടുതൽ ലഭിക്കാൻ ഇടയായി തീർന്നത് എന്നത് നമ്മൾ ആ ഭാഗത്തൂടെ മനസ്സിലാക്കുവാനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിന്, അവരോ ഞങ്ങളോട് പാർക്കാൻ നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. ഈ 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം മരണ അടക്ക ഉയർപ്പിന് ശേഷമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം അവിടെ രണ്ട് ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകും. യേശുവിൻ്റെ ഉയർപ്പ് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ശിഷ്യന്മാർക്ക് അത് കാണാൻ കഴിയാതെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് എമ്മോസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരെ അവിടെ കാണാം. അവർ പോകുന്ന വഴിയിൽ തർക്കിക്കുന്നു, വാദിക്കുന്നു, ഒക്കെ കാര്യങ്ങൾ നടക്കുന്നു. യേശു അവരറിയാതെ അവരുടെ കൂടെ നടക്കുന്നു. അവരുടെ കൂടെ നടക്കുമ്പോൾ സ്തോത്രം അവർ ഈ വിഷയം അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ആ പ്രശ്നം യേശുവാട് പറയുന്നുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇസ്രായേലിലെ രക്ഷകനായി, ആശ്വാസകനായി, ആ മശിഹയായി യേശു ആണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ എങ്കിൽ ഇന്ന് ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു, അവനെ യഹൂദന്മാർ കൊന്ന് കല്ലറയ്ക്കകത്ത് വെക്കുന്നത് വരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ യേശു തിരുവെഴുത്തുകളെ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്തോത്രം, മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വയം ഹല്ലേലൂയ താൻ കാൽവരിയുടെ കുലമറയത്തിൽ കയറണമെന്നും അവിടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണമെന്നും സ്തോത്രം, അത് ഈ അടക്കം കേവലം എന്നേക്കും അല്ല എന്നും അത് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ അവരെ പറഞ്ഞ് തിരുവെഴുത്തിൻ പ്രകാരം ഉറപ്പിക്കുന്നുണ്ട്. സ്തോത്രം, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നേരം വൈകുമ്പോൾ സ്തോത്രം തങ്ങളുടെ കൂടെ നടന്ന യേശുവിനെ അവർ നിർബന്ധിക്കുക. ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം നടന്നതല്ലേ, നേരം വൈകി, ഇനി മുൻപോട്ട് പോകണ്ട, ഹല്ലേലൂയ, സത്രത്തിൽ ഒന്നിച്ചു കഴിഞ്ഞുകൂടാമെന്ന് പറഞ്ഞ് അവരെ യേശുവിനെ നിർബന്ധിച്ച് അവരോട് കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുക. അങ്ങനെ കൂടെ പാർക്കുവാൻ നിർബന്ധിച്ചത് കൊണ്ട് സംഭവിക്കുന്നത് സ്തോത്രം, അവർ ഈ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് നിരാശയോടെ പോകുന്നവർ, വേദനയോട് പോകുന്നവർ, സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയവർ, തർക്കവും വാദവും കൊണ്ട് നടന്നവർ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ഉള്ളിൽ ഹല്ലേലൂയ പ്രത്യാശയുടെ കിരണം വന്നു. യേശു അപ്പമെടുത്ത് വാഴ്ത്തുന്നത് കണ്ടപ്പോൾ സ്തോത്രം അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ തുടങ്ങി. അവരുടെ കണ്ണു തുറന്നു, അവരുടെ ബുദ്ധി തുറന്നു. ഹല്ലേലൂയ, ദൈവത്തെ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. സ്തോത്രം, യേശു ഉയർത്തെഴുന്നേറ്റ് മനസ്സിലാക്കി. ദൈവമക്കളെ സ്തോത്രം, നിർബന്ധിച്ച് കൂടെ പാർക്കുവാൻ യേശുവിനെ നിർബന്ധിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ അവരെ കാണുന്നു. ഹല്ലേലൂയ, തിരിച്ചവർ പോകുന്നത് ഓടുകയാണ്. അവർ ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാരെ കണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ ഓടിപ്പോകുന്നത് നമ്മൾ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ എനിക്ക് ജനവുമായി സംസാരിക്കാനുള്ളത്, ഹല്ലേലൂയ സ്തോത്രം, എലീശയെ ധനികയായ സ്ത്രീ ഭക്ഷണത്തിന് വരാൻ നിർബന്ധിക്കുന്നു. പള്ളിപ്രമാണിയായ സ്തോത്ര മനുഷ്യൻ യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാലയുടെ ഹല്ലേലൂയ കഴിഞ്ഞുപോയെന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ വന്ന് അവളെ സൗഖ്യം കൊടുക്കുവാൻ നിർബന്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ സ്തോത്രം 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 എലീശ തൻ്റെ ശിഷ്യന്മാർ, പ്രവാചക ശിഷ്യന്മാർ കാട്ടിലേക്ക് തടി വെട്ടുവാൻ വേണ്ടി പോകുമ്പോൾ തങ്ങളുടെ കൂടെ പോരണമെന്ന് ഒരുവൻ നിർബന്ധിക്കുന്നു.
ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേട്ടത്, ആ ശിഷ്യന്മാർ യേശുവിനെ അറിയാതെ കൂടെ പാർക്കുവാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ നിർബന്ധിച്ചത് അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും നിമിഷമായി തീർന്നുവെന്ന് കാണുവാനിടയായിത്തീരുന്നു. ദൈവമക്കളെ, യേശുവിനെ കൂടെ പാർക്കുവാൻ, കൂടെ താമസിക്കുവാൻ, കൂടെ കൂട്ടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിനുശേഷമുള്ള ജീവിതമൊക്കെ അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളായിരിക്കും. കാലത്തിന് ശേഷം നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവ് ഇടപെടുമെന്ന് ഈ പകൽക്കാലം അറിയണം. പ്രൈസ് ദി ലോർഡ്. ആ ധനികയായ സ്ത്രീയുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ എത്ര പ്രശ്നങ്ങൾ അവൾക്ക് അനുഗ്രഹമായി തീരുവാൻ ആ നിർബന്ധം കാരണമായി തീർന്നു. ഹല്ലേലൂയ. ആ ശിഷ്യന്മാർ എലീശയെ തങ്ങളുടെ കൂടെ വരുവാൻ നിർബന്ധിച്ച നിമിത്തമായിട്ട് അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ കോടാലി, അത് വായ്പ വാങ്ങിയതും കൂടെയായിരുന്നു, അത് മടക്കി കിട്ടുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. കൂടെ പാർക്കുവാൻ ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിച്ചതുകൊണ്ട് യേശുവെന്നറിയാതെ ആരോ ഒരാളാന്ന് വിചാരിച്ച് നിർബന്ധിച്ചു. പക്ഷേ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ മടക്കി കിട്ടിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ കൂടെ കൂട്ടുവാൻ നിർബന്ധിക്കാം. ഹല്ലേലൂയ. അതെ, യേശു എൻ്റെ കൂടെ വരണം, എൻ്റെ ഒപ്പം ഇരിക്കണം, എന്നെ സഹായിക്കണം എന്നുള്ള ആ വാക്ക് നമുക്ക് ഉണ്ടാകാം. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും സ്തോത്രം നിർബന്ധം എന്നുള്ളത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഭാഗത്തുനിന്ന് ഉളവാകുന്ന ആവശ്യബോധത്തിൽ ഉളവാകുന്ന ഒരാഗ്രഹമാണ്. നിർബന്ധിക്കുക അത് ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊരാൾക്ക് ഒരല്പം പണം കൊടുത്താൽ, അല്ലേ ഒരു കാര്യം പറഞ്ഞാൽ, സ്തോത്രം വരണമേ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് പറയുന്നതിനേക്കാൾ നിർബന്ധിച്ച് പറയുമ്പോൾ, അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് അത്രത്തോളം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യകതയുടെ കൂടുതലാണ് മനസ്സിലാക്കേണ്ടത്. വന്നേ പറ്റൂ, വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ചും നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു കൾച്ചർ തന്നെയുണ്ട്. ആഹാരം കഴിക്കുക നമ്മൾ നിർബന്ധിക്കും. നമ്മുടെ ഭാഗത്ത് പലപ്പോഴും നിർബന്ധിച്ചെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിനോടുള്ള ബന്ധത്തിൽ നിർബന്ധിച്ചാൽ മാത്രമേ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമെന്ന് പറയാനാ ഈ വചനങ്ങൾ ഈ പ്രഭാതത്തിൽ ധ്യാനചിന്തയിൽ പറവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങ് കൂടെ വരാൻ, അങ്ങ് കൂടെ ഇരിക്കുവാൻ, അങ്ങ് കൂടെ നിൽക്കുവാൻ, അതെ ഹല്ലേലൂയ, ഒരു നിർബന്ധ മനോഭാവത്തോടെ അങ്ങേ സേവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. അതേ കർത്താവേ, ഹല്ലേലൂയ, എന്തെങ്കിലും ആകട്ടെന്ന് വിചാരിച്ചല്ല, എങ്ങനെയും ആകട്ടെന്ന് വിചാരിച്ചല്ല, നിർബന്ധത്താൽ അത്രയൊരു ആവേശത്തിൽ അത് ചെയ്യുവാൻ പൗലോസ് പറയുന്നത് പോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. എനിക്കത് ചെയ്യാതിരിക്കാൻ ഹല്ലേലൂയ സ്തോത്രം, കഴിയാൻ പറ്റുകയില്ല എന്ന രീതിയിൽ, എനിക്കത് ചെയ്തേ മതിയാകൂ എന്നുള്ള രീതിയിൽ, കർത്താവേ, ആ ഒരു രീതിയിൽ അങ്ങ് സേവിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഒന്ന് കൂടെ ഇരിക്കത്തക്ക രീതിയിൽ അങ്ങ് നിർബന്ധിക്കുന്ന അനുഭവം ഞങ്ങളുണ്ടാകുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹമെന്ന് ഈ പകൽക്കാലം ഞങ്ങളോട് പറഞ്ഞല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ആ മേഖലയിൽ ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങേ ആ നിർബന്ധം ഞങ്ങൾക്ക് അനുഗ്രഹമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായല്ലോ അപ്പാ. കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതേ കർത്താവ്, വിധവയുടെ വീട്ടിൽ അങ്ങ് അവർ നിർബന്ധിച്ചു എന്നുള്ളത് ഹല്ലേലൂയ എലീശയ്ക്കല്ല, ആ കുടുംബത്തിന് അനുഗ്രഹമായതുപോലെ. പ്രൈസ് ദി ലോർഡ്. ആ പ്രവാചക ശിഷ്യന്മാർ എലീശ കൂടെ ചെല്ലാൻ അപേക്ഷിച്ചത് ഹല്ലേലൂയ സ്തോത്രം, അത് ആ പ്രവാചക ശിഷ്യന്മാർക്ക് അനുഗ്രഹമായതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പള്ളി പ്രമാണി അങ്ങ് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ നിർബന്ധിച്ചത് ആ കുടുംബത്തിന് അനുഗ്രഹമായി പോയതുപോലെ. ഇന്ന് കാലം കർത്താവേ സ്തോത്രം, അങ്ങ് കൂടെ പാർക്കുവാൻ ഹല്ലേലൂയ ശിഷ്യന്മാർ നിർബന്ധിച്ചത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കർത്താവേ അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ജീവിതം,
അങ്ങോടൊപ്പമുള്ള ജീവിതം, അത് അനുഗ്രഹം നിങ്ങൾക്ക് ബോധ്യമുണ്ടപ്പ. അതേപ്പ നിർബന്ധ ബുദ്ധി അത് ചെയ്യുവാൻ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഇടയാക്കണമേ. ഹല്ലേലൂയ. പ്രൈസ്. അലസതയോടോ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, കേവലം കർത്താവെ മറ്റുള്ളവരുടെ ഹല്ലേലൂയ ഏതെങ്കിലും നിർബന്ധം കൊണ്ടല്ല, സ്വന്തമായ നിർബന്ധത്തിൽ ഞങ്ങൾക്കത് ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതത്തിൽ ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.